കേരളത്തിലെ പുരാതനവും പ്രശസ്തവുമായ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് കോങ്ങാട് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. ഭഗവതി വടക്കോട്ടും ഗണപതി കിഴക്കോട്ടും ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു കുന്നിൻ മുകളിലാണ് തിരുമാന്താംകുന്ന് ക്ഷേത്രം. പാലക്കാട് കോങ്ങാട്ടെ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും കണ്ടുവരാം. ഈ റിപ്പോർട്ടോടുകൂടി നൈറ്റ് എഡിഷനിലൂടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും ശുഭരാത്രി. ഗ്രാമഭംഗി വിളിച്ചോതുന്ന പുരാതനമായ ക്ഷേത്രം. വയലുകളുടെ നടുവിലൂടെയുള്ള വഴി, പടികൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. പാലക്കാട് കോങ്ങാട് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ. ഗണപതി പ്രതിഷ്ഠ കിഴക്കോട്ടും. നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ക്ഷേത്രത്തിനുള്ളത്. മരത്തിന്റെ താഴെയായിരുന്നു ആദ്യം ഭഗവതിയുടെ പ്രതിഷ്ഠ. പിന്നീടാണ് ക്ഷേത്രം സ്ഥാപിതമായത്. ക്രിസ്തുവർഷം 1750 ഈ പൂവം ഉണ്ട് മരം ഇവിടെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്. ആ മരത്തിൻ്റെ താഴെ തിരുമാന്താംകുന്നിലമ്മയെ പ്രതിഷ്ഠിച്ചു എന്നാണ് നമ്മുടെ ആധികാരികമായിട്ട് നമുക്ക് അറിയുന്നത്. അതിനുശേഷം തന്ത്രി കുടുംബങ്ങളിൽ ആദ്യത്തെ നമ്പൂതിരിപ്പാടായ വലിയ ശേഖരൻ നമ്പൂതിരിപ്പാട് ഇവിടെ ഒരു ക്ഷേത്രം വെട്ടുകല്ലുകൊണ്ട് പണിയുകയും അവിടേക്ക് പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. അവരുടെ പിൻഗാമിയായിട്ടാണ് ഇന്ദുശേഖരൻ നമ്പൂതിരിപ്പാട് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രത്തിൽ ഇത്രയും വലിയ ക്ഷേത്രത്തിന് ശ്രീകോവിലും അതുമാതിരി തന്നെ ഈ ചുറ്റമ്പലവും മുഴുവനും കൊത്തിയ കരിങ്കല്ലിൽ നിർമ്മിച്ച് ഭഗവതിയെ പുനഃപ്രതിഷ്ഠ നടത്തി. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമാണ് പ്രാധാന്യം. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം പൂരമാണ്. വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികൾ, ചിട്ടയായ ആചാരവിധികൾ, ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് തിരുമാന്താംകുന്ന് പൂരം. ക്ഷേത്രത്തിൽ ഘടകപൂരങ്ങളോ പുറത്തുനിന്നുള്ള വേലകളോ ഒന്നുമില്ല. 7 ദിവസമാണ് പൂരം നടക്കുക. ക്ഷേത്രത്തിന് സമീപമുള്ള കുളത്തിന്റെ ആറാട്ടും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കാറുണ്ട്. പൂരത്തോടനുബന്ധിച്ച് ക്ഷേത്ര കലാപരിപാടികളും അരങ്ങേറും. ക്ഷേത്രത്തിൽ രാവിലെ മുതൽ പൂജാ കർമ്മങ്ങൾ ആരംഭിക്കും. ഇവിടെ 4 പൂജകളാണ്. രാവിലെ ഉഷപൂജ 6:30 മണിക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്തീരടി പൂജ എന്നിട്ടൊരു പൂജ ഉണ്ട്. പിന്നെ ഒരു 10:00 ഉച്ചപൂജ. പിന്നെ വിശേഷ പൂജയായിട്ട് ഇവിടെ കളം പൂജ ഉണ്ട്. ശ്രീമൂലസ്ഥാനം ഉണ്ട്, ഭഗവതി ആദ്യം വന്നിരുന്ന സ്ഥലം. അവിടെ സർവൈശ്വര്യ പൂജ എല്ലാ ഉത്രട്ടാതി നാളിലും നമ്മൾ നടത്താറുണ്ട്. ഗണപതിയുടെ അവിടെ മംഗല്യ പൂജ 1-2 മാസങ്ങളിൽ നമ്മൾ ആൾക്കാർക്ക് മംഗല്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ട് ദൂരത്തുനിന്നൊക്കെ വന്നിട്ട് ബുക്ക് ചെയ്യാറുണ്ട്. ക്ഷേത്രത്തിലെ ഭഗവതിയുടെ പ്രതിഷ്ഠ ശ്രീകോവിലിന്റെ മധ്യഭാഗത്തല്ല, ഒരു വശത്തായാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്താറുള്ളത്. നിരവധി പേരുടെ ഒരു ആശ്രയ സങ്കേതം തന്നെയാണിത്. എല്ലാവരും വന്ന ഒരുവിധം തട്ടകത്തുള്ള എല്ലാവരും പൂരത്തിനോട് വന്ന് സഹകരിക്കാറുണ്ട്. പൂരം ഗംഭീരമായിട്ട് നടത്താറുണ്ട്. നമ്മൾ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ക്ഷേത്രം ആയതുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല സമാധാനം. ഞങ്ങളെന്നും വരാറുണ്ട്. ഇവിടെ വരുമ്പോൾ ശാന്തതയാണ് എപ്പോഴും. നല്ല ശാന്തതയാണ്. 2021 മുതൽ മലബാർ ദേവസ്വത്തിന് കീഴിലാണ് ക്ഷേത്രം. മലപ്പുറം അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ ഒരു പകർപ്പാണ് കോങ്ങാട് തിരുമാന്താംകുന്ന് ക്ഷേത്രവും. ന്യൂസ് മലയാളം, പാലക്കാട്.